കാശ്മീരിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. ഇലപൊഴിച്ചു നിൽക്കുന്ന ചിനാർ മരങ്ങൾക്കിടയിലൂടെയുള്ള ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ച. ഇവിടെ മാത്രം കാണുന്ന മരങ്ങളും ഇവിടെ മാത്രം വിടരുന്ന പൂക്കളും കൊണ്ട് മനോഹരമായ നാടാണ് കാശ്മീർ. ചൂഹൻ എന്ന മനോഹര ഗ്രാമമാണ് മുന്നിൽ മഞ്ഞുമൂടിയ ആ പർവ്വതമുകളിൽ കാണുന്നത്. പൈൻമരക്കാടുകൾക്ക് താഴെയായി തീപ്പട്ടിക്കൂട് പോലെ വീടുകൾ. കാശ്മീർ ഒരു മഞ്ഞുകാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്. ഝലം നദിയുടെ ഉത്ഭവസ്ഥാനമായ വെരിനാഗ് എന്ന പട്ടണത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഡ്രൈവർ യൂനുസാണ് പോകുന്ന വഴിയിലെ ഈ മനോഹരമായ പ്രദേശത്തെപ്പറ്റി പറഞ്ഞത്. കാശ്മീരിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഗ്രാമങ്ങളുണ്ട് കാശ്മീരിൻ്റെ ഉൾനാടുകളിൽ. 100-200 പേർ വസിക്കുന്ന ഇത്തരത്തിലുള്ള 65ഓളം ഗ്രാമങ്ങളാണ് വെരിനാഗിൻ്റെ പരിസര പ്രദേശത്തായുള്ളത്. നിത്യവൃത്തിക്കായി കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെയായി കഴിയുന്ന ഗ്രാമീണ ജനത. തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും നമുക്ക് ഇവിടങ്ങളിൽ കാണാൻ കഴിയുക. മഞ്ഞുമൂടിക്കിടക്കുന്ന ആ പർവ്വതത്തിന് മുകളിലും താഴ്വാരങ്ങളിലുമായി തകരഷീറ്റടിച്ച ഒരേപോലെയുള്ള നിരവധി വീടുകൾ. അവയുടെയൊക്കെ മേൽക്കൂരകൾ മഞ്ഞ് തട്ടി നിൽക്കാതിരിക്കാനായി ചരിഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പർവ്വതത്തിന് മുകൾ ഭാഗത്തെല്ലാം തന്നെ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പൈൻമരക്കാടുകളാണ്. മഞ്ഞുകാലത്ത് കാശ്മീരിൻ്റെ പ്രധാന കാഴ്ച തന്നെ ഇത്തരം മരങ്ങളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുമാണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയായാണ് ഝലം നദിയുടെ ഉത്ഭവസ്ഥാനമായ വെരിനാഗ്. മുഗൾ ഭരണകാലത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമായിരുന്നു വെരിനാഗ്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള പാതയിൽ ആദ്യത്തെ സുഖവാസ കേന്ദ്രമായിട്ടായിരുന്നു മുമ്പ് വെരിനാഗ് അറിയപ്പെട്ടിരുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എപ്പോഴോ പ്രതാപം നഷ്ടപ്പെട്ട് ആരുമറിയാത്ത ഒരു ചെറു പട്ടണമായി ഇപ്പോൾ അത് മാറിപ്പോയിരിക്കുന്നു. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മഞ്ഞുകാലത്ത് നൂറുകണക്കിന് സഞ്ചാരികളാണ് മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കാനായി ഓരോ വർഷവും എത്തിച്ചേരുന്നത്. മലകയറ്റം തുടങ്ങുന്നതോടെ തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ട്. മനോഹരമായ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര. മലഞ്ചെരുവിൽ പലയിടത്തും മരങ്ങൾക്കിടയിൽ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. കൊടും ശൈത്യത്തിൽ ജാഗരൂകരായി അവർ കാവൽ നിൽക്കുന്നത് പലയിടത്തും ഞാൻ കണ്ടിരുന്നു. ആ ദൃശ്യം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. വിഘടനവാദവും തീവ്രവാദവും വളരെ ശക്തമായുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുടെ ശക്തമായ കാവലിലാണ് ഈ പ്രദേശങ്ങൾ എപ്പോഴും. പോകുന്ന വഴിയിൽ റോഡൊഴികെ ബാക്കിയെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. ഇടയ്ക്ക് ചെറിയ ടൗണുകളും ഗ്രാമങ്ങളുമൊക്കെ പിന്നിട്ട് മലമുകളിലേക്ക് പോകുമ്പോൾ പൈൻമരക്കാടുകൾക്ക് നടുവിലൂടെയാണ് യാത്ര എന്ന് തോന്നും. അനന്തനാഗ് ജില്ലയിൽപ്പെടുന്ന ഈ സ്ഥലം മുൻപ് കാശ്മീർ ഗേറ്റ് വേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2001 സെൻസസ് പ്രകാരം വെരിനാഗിൽ ജനസംഖ്യ 16,727 ജനസംഖ്യയുടെ 54% പുരുഷന്മാരും 46% സ്ത്രീകളുമാണ്. മുകൾ ഭാഗത്തേക്ക് ചെല്ലുന്തോറും പൈൻമരങ്ങൾക്ക് കീഴെ പഞ്ഞിക്കെട്ട് വിരിച്ചതുപോലെ മഞ്ഞു കാണുന്നു. ശൈത്യകാലത്ത് ഇവിടെയൊക്കെ 2 മീറ്റർ അധികം ഉയരത്തിൽ മഞ്ഞു മൂടിക്കിടക്കും.
70 ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ കാശ്മീരിൽ. അതിൽ 97% പേരും മുസ്ലിങ്ങളും ബാക്കി വരുന്നത് കാശ്മീരി പണ്ഡിറ്റുകൾ എന്നറിയപ്പെടുന്ന ഹിന്ദുക്കളും സിഖുകാരുമൊക്കെയാണ്. ഒരു കാലത്ത് സഞ്ചാരികളുടെ പറുദീസയായിരുന്നു കാശ്മീർ. ഇടക്കാലത്ത് തീവ്രവാദവും വിഘടനവാദവും മൂർച്ഛിച്ചപ്പോൾ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കും നിലച്ചു. 80കളുടെ അവസാനം വരെയും കാശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് 2 ദശകങ്ങളോളം നിലനിന്നിരുന്ന തീവ്രവാദവും സംഘർഷങ്ങളുമൊക്കെയാണ് ടൂറിസത്തെ തകർത്തത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കാശ്മീർ താഴ്വര. 90കളിൽ കാശ്മീരിൽ ടൂറിസ്റ്റുകൾ ഒന്നും എത്താത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിമറിയുകയും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് കാശ്മീരിൻ്റെ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിഘടനവാദികൾ വികസനത്തെ കാൽനൂറ്റാണ്ട് മരവിപ്പിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാകുമായിരുന്നു കാശ്മീർ. മഞ്ഞുകാലം കഴിയുന്നതോടെ ഇലപൊഴിഞ്ഞു നിൽക്കുന്ന ചിനാർ മരങ്ങളും ആപ്പിളും അപ്രിക്കോട്ടുമെല്ലാം പൂത്തു തളിർത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയായിരിക്കും കാശ്മീരിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഇവിടെയാകെ പച്ചപ്പുൽമേടുകളുടെ മനോഹരമായ കാഴ്ചയായിരിക്കും. വെരിനാഗിലേക്ക് വരുന്ന വഴികളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഗ്രാമങ്ങളുമൊക്കെ എത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ഞാൻ ഝലം നദിയുടെ ഉത്ഭവസ്ഥാനമായ വെരിനാഗ് സ്പ്രിങ്ങിൽ എത്തിച്ചേർന്നു. മുൻവശത്ത് വലിയൊരു ഗാർഡനും ഉറവയുടെ ഉത്ഭവസ്ഥാനത്തിനു ചുറ്റും കോട്ട പോലെയുള്ള ഒരു കെട്ടിടവുമാണ് പ്രധാന ആകർഷണം. ഇതാണ് വെരിനാഗ് സ്പ്രിംഗ്. അഷ്ടഭുജാകൃതിയിലുള്ള ഒരു ശിലാതടവും അതിനു ചുറ്റും ഒരു ആർക്കേഡുമുണ്ട്. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ AD 1620 ഇത് നിർമ്മിച്ചത്. പിന്നീട് ആ നീരുറവയോട് ചേർന്ന് മനോഹരമായ ഒരു പൂന്തോട്ടം അദ്ദേഹത്തിൻ്റെ മകൻ ഷാജഹാൻ സ്ഥാപിക്കുകയായിരുന്നു. വലിയൊരു പർവ്വതത്തിന് താഴെയായി കിടക്കുന്ന മനോഹരമായ ഒരു നീല ജലാശയം. സ്ഫടികം കണക്കിലുള്ള അതിൻ്റെ അടിവശം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. പുറകിലുള്ള മലമുകളിൽ മുഴുവൻ പൈന്മരക്കാടുകളാണ്. വളരെ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷം. ഇവിടെ സഞ്ചാരികളായി ആരും തന്നെ ഇല്ലെന്നു പറയാം. ജഹാംഗീറും ഷാജഹാനും ഉൾപ്പെടെയുള്ള മുഗൾ ചക്രവർത്തിമാർക്ക് എന്നും പ്രിയപ്പെട്ട നാടായിരുന്നു കാശ്മീർ. അവരുടെ പ്രതാപകാലത്ത് മനോഹരമായ പൂന്തോട്ടങ്ങളും ഫൗണ്ടനുമൊക്കെയായി തല ഉയർത്തി നിന്നിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ ആരും എത്തിനോക്കാനില്ലാത്ത വികസന മുരടിപ്പിൻ്റെ നേർക്കാഴ്ചയായിരിക്കുന്നു. ടൂറിസം മേഖലയോട് നമുക്കുള്ള കാഴ്ചപ്പാടും ദീർഘവീക്ഷണമില്ലായ്മയ്ക്കും ഉത്തമ ഉദാഹരണമാണ് ഈ ചരിത്ര നിർമ്മിതി. ഝലം നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രസിദ്ധവും പവിത്രവുമായ നീരുറവയുടെ പേരിലാണ് വെരിനാഗ് എന്ന സ്ഥലം എന്നും അറിയപ്പെട്ടത് തന്നെ.
യഥാർത്ഥത്തിൽ ഈ നീരുറവ ഒരു പ്രത്യേക ആകൃതിയുമില്ലാത്ത വെള്ളമൊഴുകുന്ന ഒരു ജലാശയമായിരുന്നു. ജഹാംഗീർ ചക്രവർത്തി ഈ നീരുറവയുടെ ഭംഗിയിൽ ആകൃഷ്ടനായി അഷ്ടഭുജാകൃതിയിലുള്ള ഇന്നത്തെ രൂപത്തിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. ജഹാംഗീർ ചക്രവർത്തിക്കും ഭാര്യ നൂർജഹാനും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേനൽക്കാല സുഖവാസ കേന്ദ്രമായാണ് ഇതിനെ കണ്ടത്. തന്റെ കാലത്തിന് ശേഷം തന്നെ ഇവിടെ അടക്കം ചെയ്യണമെന്ന ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ആഗ്രഹം നടക്കാതെ പോയി. അല്ലായിരുന്നുവെങ്കിൽ കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി വെരിനാഗ് ചിലപ്പോൾ മാറിയേനെ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകം എന്ന വിശേഷണം വെരിനാഗ് ഗാർഡൻസ് നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിന്റെ അവസ്ഥ തികച്ചും ദയനീയമായി തുടരുന്നു. ചിലപ്പോൾ മഞ്ഞുകാലത്തിന് ശേഷം ഇവിടെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനിടയുണ്ടെന്ന് അതിന്റെ കാവൽക്കാരനായ കാശ്മീരി പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് 1851 മീറ്റർ ഉയരത്തിൽ പൈൻ വനങ്ങളാൽ മൂടപ്പെട്ട പർവ്വതങ്ങളുടെ താഴ്വാരത്തിൽ ബനിഹാൽ ചുരത്തിന് സമീപമാണ് വെരിനാഗ് എന്ന ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമീണ കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹത്താൽ ആ ചെറുപട്ടണത്തിന്റെ പുറത്തെ ചെറിയ ഗ്രാമീണ റോഡിലൂടെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. തിരിച്ചുപോകുന്ന വഴിയിൽ ഇവിടെ മലമുകളിൽ നിന്ന് താഴ്വാരത്തേക്കുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായിരുന്നു. പൈൻമരക്കാടുകൾ നിറഞ്ഞ പർവ്വതങ്ങളുടെ നീണ്ട നിര, മഞ്ഞുമൂടി കിടക്കുന്ന അവയുടെ ഭംഗി എത്ര വിവരിച്ചാലും മതിവരാത്തതാണ്. വെരിനാഗ് എന്ന പ്രദേശത്തിൻ്റെ മനോഹര കാഴ്ചയാണ് താഴെയാ കാണുന്നത് മുഴുവൻ. ചരിഞ്ഞ മേൽക്കൂരയുള്ള നിരവധി വീടുകൾ, അതിനു ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ഗ്രാമീണരുടെ കൃഷിസ്ഥലങ്ങളാണ്. മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുമായി മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ നാട്ടിൽ നിന്നും ഞാൻ ശ്രീനഗർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു.